അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അബുദാബിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അധികം എവിടെയും പോയിട്ടൊന്നുമില്ല. കുറച്ച് മാളിലും അവിടെ ഇവിടെയൊക്കെ പോയി എന്നല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഞമ്മക്കിന്ന് ഒന്ന് പുറത്തൊക്കെ പോയി ഔട്ടിംഗ് പോലെ ഇറങ്ങിയതാണ്. ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ കൂടി പോവാണ് കേട്ടോ ഞങ്ങൾ. ഞാനിന്ന് കുറച്ച് ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ, കുറച്ച് കമ്മലൊക്കെ ഇട്ട് കുറച്ച് ആഡംബര സ്റ്റൈലിലാണ് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്റ്റൈലാക്കുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന്? എങ്ങോട്ടൊന്ന് പോണേ? ഷോപ്പിലേക്കോ? സത്യോ? മോസ്കില് എന്ത്? അപ്പം ഞങ്ങളിന്ന് ഇവിടെയുള്ള ഷെയ്ഖ് സയ്യിദ് മോസ്കിലോട്ട് പോവാണ്. ഒരുത്തരം ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നവരുടെ ചിരി വരുന്നത് പറ്റാത്ത ചൂട് പൊള്ളുന്നുണ്ട് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗമാണ് ഇവിടുത്തെ ചോല. ഇവിടെ ഇങ്ങനെ നമ്മൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുകയല്ല, കാർഡ് റീചാർജ് ചെയ്തിട്ട് നമ്മൾ കാർഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. അതാണ് ഇവിടുത്തെ സിസ്റ്റം ബസ്സിലൊക്കെ. ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പോകാൻ ഷെയ്ഖ് സയ്യിദ് മോസ്കിലോട്ട്. ഇവിടുന്ന് 2 ബസ് മാറി കയറണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഒന്ന് കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 മാറി കയറിയിട്ടാണ് പോയത്. ഇവിടുന്ന് നേരെ ഖാലിദിയിൽ നിന്ന് നേരെ മദീന സയ്യിദിൽ പോയി. മദീന സയ്യിദിൽ നിന്ന് ഞങ്ങൾ 94-നാണ് പോയത്. ശരിക്കും ഖാലിദിയിൽ നിന്ന് 24-ന് കയറിയാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കുറച്ച് ബസ്സിൽ നിന്ന് പ്രണയിച്ച്, ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ. ഞാൻ കുറേ കാലം മുന്നേ ഇങ്ങനെ ബസ്സിൽ കുറേ കപ്പിൾസൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതേപോലെ ഇരുന്ന് പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് പ്രണയിച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ. പറ്റിക്കലോ അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള പോണ്ട് പോലെ അല്ലെങ്കിൽ ഒരു പൂള് പോലെ ഉണ്ട്. അത് നല്ല രസമാണ് കാണാൻ. റിഫ്ലക്റ്റിംഗ് പൂളാണല്ലോ, നല്ല തെളിഞ്ഞ വെള്ളവും ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മോള് പോലെയാണ് കേട്ടോ. എന്താ മാളാ? പള്ളിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നത് മാൾ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ ഉള്ളിലോട്ട് എൻ്റർ ആവുന്ന ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ഭയങ്കര കമ്പൾസറിയാണ്. ഞാൻ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ട് പോയതെങ്കിലും എൻ്റെത് ഒരു 3/4 സ്ലീവ് വരുന്ന ഡ്രസ്സും പിന്നെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവരെന്നെ കൊണ്ട് അബായ വാങ്ങിപ്പിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു 45 ദിർഹം അവിടെ വെറുതെ പോയി. മര്യാദയ്ക്ക് ഇവിടുന്ന് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഇതത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ചുരിദാർ ഇട്ടിട്ട് പോയത്. ഒരു ഷറാറ സെറ്റായിരുന്നു ഞാൻ ഇട്ടത്. അത്ര ഇവിടെ ഫുൾ എസ്കലേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഷെയ്ഖ് സയ്യിദ് മസ്ജിദ്. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതാണ്. ആരും അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ. ഇതിവിടുത്തെ സുൽത്താനായിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ വിഷനിൽ നിന്നുണ്ടായ ഒരു പള്ളിയാണ്. പള്ളിയുടെ അകത്തും പുറത്തും കാണുന്ന ചെറിയ ഡീറ്റെയിൽ പോലും അതിശയിപ്പിക്കുന്ന ക്രാഫ്റ്റ് വർക്ക്സ് ആണ് കേട്ടോ. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ലൈറ്റ്സും പിന്നെ റിഫ്ലക്ഷൻ വരുന്ന പൂൾസില്ല, റിഫ്ലക്റ്റിംഗ് പൂൾസുമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നിയത്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിലും രാത്രി കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഓൾമോസ്റ്റ് ഭയങ്കര ലൈറ്റ്സൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലൈറ്റ്സൊക്കെ വന്ന് ആ പൂളിൻ്റെ റിഫ്ലക്ഷനൊക്കെ വരുമ്പം ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി രാത്രി വരണമായിരുന്നു, നല്ലൊരു സീനറി കാണാമായിരുന്നു. അപ്പം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു UAEയുടെ ഒരു ഇസ്ലാമിക് കൾച്ചറും അല്ലെങ്കിൽ ഇസ്ലാമിക് ഹെറിറ്റേജിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരും. അത് അബുദാബിയിൽ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കപ്പിൾസായിട്ട് പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഹഗ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പാടില്ല, റൊട്ടേറ്റ് ചെയ്യാൻ മീൻസ് കറങ്ങാൻ പാടില്ല. നമ്മൾ വീഡിയോസ് എടുക്കുമ്പം ഡാൻസ് വീഡിയോസ് അല്ലെങ്കിൽ കറങ്ങുന്ന വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ള റൂൾസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രെയർ ഹാളിൽ ഭയങ്കര വലിയ ലൈറ്റ്സ് ആണ് കേട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം മെയിൻ പ്രെയർ ഹാളിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റ്സിലൊന്ന് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. ഭയങ്കര റിച്വലായിട്ട് ഭയങ്കര എന്താ പറയുക
ഭയങ്കര ഗ്രാൻഡ് റോയൽ ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് അവിടെ എത്തിയപ്പോൾ കിട്ടിയത്, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയല്ലേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണ്ട് പോവുക. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് കപ്പിൾ ഫോട്ടോസ് എടുത്ത് തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കപ്പിൾ ഫോട്ടോസ് കിട്ടിയില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും എടുപ്പിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ച് പോകുമ്പോൾ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. പക്ഷേ ആ മിററിൽ ഇപ്പം നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമില്ല. ആ പള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര എസ്തെറ്റിക് ലുക്കിലില്ലേ. ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗി. എന്നെ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചാണ് കേട്ടോ കൊണ്ടുപോയത്. കാരണം എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അധികം അറിയാത്തതുകൊണ്ട് കുറേ ഇപ്പോൾ ബസ്സില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്. ഇവിടുന്ന് 1/4 മണിക്കൂർ നടക്കാനുണ്ട്. 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ രാത്രി വരെ ഉണ്ട് ഗൈസ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോയത്. മൂപ്പർക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഇങ്ങനത്തെ പ്ലെയിൻ എസ്കലേറ്ററിൽ പോകുമ്പം ഞാൻ ആദ്യമൊക്കെ പണ്ട് ഞാൻ കൊച്ചിയിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എസ്കലേറ്ററിൽ കയറാൻ പഠിപ്പിച്ചത്. ഞങ്ങളിപ്പോൾ മാക്ഡൊണാൾഡ്സിൽ മറ്റേ ബിസ്കഫ് എന്താ ഇതിൻ്റെ പേര്, മെക്കറി, അതും ഒരു ഐസ്ക്രീം കോണും കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ 24 കയറിയ കാലത്തിയെ പോയി കറക്റ്റ് ഇറങ്ങാമല്ലോ. 94 കയറി അബദ്ധം കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ കാറുകളിലൊക്കെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഒരു ബ്ലാക്ക് കാർ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുപോലത്തെ ഒരു വേറൊരു കാർ ഇന്ന് കണ്ടപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലത്തെ അല്ല, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ വോയിസ് ഓവറിലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിലോ എഡിറ്റിങ്ങിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാനിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഒരു സൂര്യാസ്തമനമൊക്കെ കണ്ട് നമുക്കിന്ന് പിരിയാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ബായ് പറഞ്ഞ് പോവാണ് കേട്ടോ. സൈനിങ് ഓഫ് ഫ്രം ഷഫ്ന ഷറഫ്.